2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന്. സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡ്. സെപ്റ്റംബർ 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. എല്ലാവർക്കും നന്ദിയെന്ന് മോഹൻലാൽ 24നോട് പറഞ്ഞു. ഹലോ, കൺഗ്രാറ്റ്സ്. വളരെ സന്തോഷം ദീപക്. എന്താണ് അതിന്റെ ജൂറിയോടും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനോടും ആദ്യം നന്ദി പറയുന്നു. എന്നെ ഇത്രയും വർഷം 48 വർഷം എന്റെ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും. എന്റെ കുടുംബമാണ് സിനിമ. എന്റെ ശരിക്കുള്ള കുടുംബം, എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ അമ്മ, മാതാപിതാക്കൾ, എന്റെ സുഹൃത്തുക്കള്, എന്റെ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും അല്ലെ, എന്റെ ഡയറക്ടേഴ്സ് ആയാലും റൈറ്റേഴ്സും കോ ആർട്ടിസ്റ്റ്, എനിക്ക് എന്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇതിന്റെ നന്ദി പറയുന്നു. എനിക്കൊരു വളരെയധികം സന്തോഷിക്കാവുന്ന കാര്യമാണ്. സെപ്റ്റംബർ 23-നാണ് ഈ പുരസ്കാരം വിതരണം ചെയ്യുന്നത്. ഡൽഹിയിൽ വെച്ചായിരിക്കും ഈ ചടങ്ങുണ്ടാവുക. ആ പരിപാടിയിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നത്. സ്വർണ്ണ കമലം, പതക്കം, ഷാൾ, ഒപ്പം തന്നെ 10 ലക്ഷം രൂപ എന്നിവ അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. മലയാളിയെ സംബന്ധിച്ച് 2004-ൽ ഈ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണനിലൂടെ മലയാളിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനിലൂടെ ഒരിക്കൽ കൂടി ഈ പരമോന്നത പുരസ്കാരം അത് മലയാള സിനിമയ്ക്കെന്ന് കൂടി നമുക്ക് പറയാം, ഇന്ത്യൻ സിനിമയ്ക്ക്, മലയാളികൾക്ക്, കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി വരുന്നു എന്നുള്ളത് ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് ഏറ്റവും അഭിമാനകരമാകുന്ന ഒരു മുഹൂർത്തം കൂടി തന്നെയാണ്.